തൃശൂർ പാലക്കലിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ് ആന്റണി, രണ്ട് ബസ്സുകൾ തമ്മിലാണ് ഇപ്പോൾ കൂട്ടിയിടിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ യാത്രക്കാരുടെയും ഡ്രൈവറുടെയും ആരോഗ്യനില എങ്ങനെയുണ്ട്? മറ്റ് അപകടങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? രേണുക, ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം, ആശ്വാസകരമായ കാര്യം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പാലക്കൽ സെന്ററിലാണ് ഇത്തരത്തിലൊരു അപകടം നടന്നത്. വൈകിട്ടാണ് അപകടമുണ്ടായത്. തൃശ്ശൂരിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന ശില്പി എന്ന ബസ്സും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരുന്ന മറ്റൊരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഈ പാലക്കൽ സെന്ററിൽ എയർ റോഡിൽ നിന്നും ഒരു കാറ് അമിത വേഗത്തിൽ പ്രധാന റോഡിലേക്ക് കയറുമ്പോൾ അതിലിടിക്കാതിരിക്കാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന ബസ് വെട്ടിച്ച് മാറ്റിയതോടെയാണ് ഈ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് വരുന്ന ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ചില്ലുകളൊക്കെ തെറിച്ചും യാത്രക്കാർ തമ്മിൽ പരസ്പരം കൂട്ടിയിടിച്ചും ബസ്സിനുള്ളിലേക്ക് തെറിച്ചു വീണുമൊക്കെയാണ് യാത്രക്കാർക്ക് പരിക്കേറ്റുള്ളത്. അതിൽ ഒരു ബസ്സിലെ ഡ്രൈവർ ഈ ഇടിയുടെ ആഘാതത്തിൽ സ്റ്റിയറിംഗിന്റെയും സീറ്റിന്റെ ഇടയിൽ കുടുങ്ങി. നാട്ടുകാർ ഇടപെട്ടാണ് ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നിസാര പരിക്കുകളാണ് ഇവർക്കേറ്റത്. ഇവർ പ്രാഥമിക ചികിത്സയൊക്കെ തേടി ഇപ്പോൾ പോയിട്ടുണ്ട് ആശുപത്രിയിൽ നിന്നും. ഈ അപകടം അറിഞ്ഞ് ചേർപ്പ് പോലീസും സ്ഥലത്തെത്തി. വലിയ ഗതാഗതക്കുരുക്കാണ് ഈ സംഭവത്തോടെ അവിടെ ഉണ്ടായത്. ഈ റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് ഓടിച്ചു കയറ്റിയ കാറുകാരനെ നാട്ടുകാർ ഏറെ നേരം തടഞ്ഞു വെച്ചു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് ഇവരെ വിട്ടയച്ചത്. ശരി അനീഷ്, വ്യക്തമാണ്. എന്തായാലും തൃശൂർ പാലക്കലിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഓടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരികയായിരുന്ന ഓർഡിനറി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ബസ് ഡ്രൈവറുടെ കാൽ സീറ്റിനും ബസിന്റെ മുകൾ ഭാഗത്തിനും ഇടയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു. എന്തായാലും നാട്ടുകാർ എത്തിയാണ് യാത്രക്കാരെയും ബസ്സിലെ ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.